എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ട്രയൽ ടെസ്റ്റിനുള്ള അഡ്മിഷൻ സ്ലിപ്പ് വിദ്യാർത്ഥികളുടെ ലോഗിനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രയൽ എക്സാമിനേഷൻ നടക്കുന്നത് നാളെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സ്ലിപ്പിൽ പറഞ്ഞ പ്രകാരമുള്ള സെൻറ്റർ എവിടെയാണോ ആ ഒരു സെൻറ്ററിൽ കൃത്യം നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ സ്ലിപ്പിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കൃത്യസമയത്ത് തന്നെ വിദ്യാർത്ഥികൾ ഹാജരാവുകയും അതുപോലെ തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മോഡലായിട്ട്, അതായത് ഈ ഒരു എക്സാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ എത്ര മാർക്ക് ലഭിക്കുന്നു, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കീമിൻ്റെ ഈ ഒരു CBT എക്സാം നടത്തുന്ന അതേ സെയിം ആ ഒരു മോഡലിൽ തന്നെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെയിം മോഡൽ നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കീം പരീക്ഷയ്ക്ക് എങ്ങനെ ഹാജരാവണം അതുമായി ബന്ധപ്പെട്ട സെയിം രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് പങ്കെടുക്കേണ്ടത്. നിങ്ങളുടെ അഡ്മിഷൻ സ്ലിപ്പിൽ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ടാവും. വിദ്യാർത്ഥികൾ എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങളുടെ ഒരു ID കാർഡ് കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ സ്ലിപ്പും അത് കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് സാധാരണഗതിയിൽ ഈ ഒരു രീതിയിലാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒരു മോഡൽ എന്നുള്ള രീതിയിൽ നടത്തുന്ന എക്സാമിനേഷനാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് OMR ഷീറ്റ് നിങ്ങൾ ബബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുക. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ചേഞ്ച് ചെയ്യുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഈ ഒരു കീം പരീക്ഷ എഴുതുന്ന അതേ രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് അതേ ഗൗരവത്തോടു കൂടി ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് വളരെയധികം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ ആക്സസ് കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ സ്ലിപ്പ്, അതായത് നിങ്ങൾക്ക് ട്രയൽ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ആ ഒരു മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ട്രയൽ ടെസ്റ്റിനായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ അഡ്മിഷൻ സ്ലിപ്പ് കാണുക. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ സ്ലിപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ കീം 2024 ട്രയൽ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു സൈഡിലായിട്ടൊരു മെനു ഐറ്റം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ നിങ്ങൾ ഹാജരാവുകയും ഈ ഒരു ട്രയൽ ടെസ്റ്റ് ഈ ഒരു യഥാർത്ഥ പരീക്ഷയുടെ മാതൃകയിൽ തന്നെയാണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പാലിക്കണം. ഡൽഹി, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഈ ഒരു ട്രയൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. കാരണം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥി ഈ ഒരു ട്രയൽ ടെസ്റ്റ് എക്സാമിന് നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എക്സാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് ആദ്യമായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ ആ ഒരു മാതൃക എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ പറഞ്ഞ പ്രകാരമുള്ള ആ ഒരു സമയത്തിന് മുൻപ് തന്നെ, അതായത് ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങൾ ആ ഒരു എക്സാം സെൻറ്ററിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ സ്ലിപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ID കാർഡും എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നാളെ രാവിലെ 10 മണി മുതൽ 11 മണി വരെ, 1 മണി വരെയാണ് ഈ ഒരു ട്രയൽ ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുൻഗണന അനുസരിച്ച് നിങ്ങൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.